ഹലോ ഗൈസ്, ഞാനിത് അവിടെ ഒരു ഇറച്ചിയും എല്ലും പൂളക്കിഴങ്ങും പാടെ വെക്കാൻ പോവുകയാണ്. അതിൽക്കിതാ ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇറച്ചി കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിയില ഒക്കെ പോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു പച്ച വെക്കാൻ പോണത്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് 1/2 സ്പൂണ്. ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് മസാലപ്പൊടി 2 സ്പൂൺ കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ പാർന്നിരിക്കണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി. എന്നിട്ട് വെച്ച് നോക്കിയിട്ട് എല്ലും പുറത്തുനിന്ന് അങ്ങനെ വെക്കുക. നല്ല പച്ച പപ്പാണ് ഞാൻ വെക്കുന്നത്. നല്ല ടേസ്റ്റ്. ഈ പള്ളിയിലൊക്കെ വെക്കണ പോലെ തന്നെ പച്ച നല്ല മണം കിട്ടും. അതിനൊക്കെ പാടെ അങ്ങനെ വെക്കുന്നത്. ഞാൻ അതിലേക്ക് ഇടാൻ പോണത് എന്നൊരു പോയെങ്കിൽ ഇങ്ങനെ വരും വെള്ളം. ഉരുവത 2-3 മണി ഉരുവട്ട് മണം കിട്ടാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയാൽ മതി. ഓപ്ഷനിലാണ്. കൂട്ടണേ കൂട്ടണ്ട. കൂട്ടിയാൽ വന്ന് ടേസ്റ്റ് കിട്ടും. അതാണ് അതിൻ്റെ രസം. പൂളക്കേക്ക് ഇതിട്ട് ഇട്ടിട്ട് വെക്കാനാണ്. ഇപ്പോഴല്ല വെക്കണേ. ഇറച്ചി വന്നതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഇറച്ചി ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് വെള്ളം വാങ്ങിയിട്ടില്ല. എന്നാലും ഇപ്പോൾ തന്നെ കഴുകി കുടിച്ചു കൊടുക്കും. അയ്യോ ഗെയ്സ്, ഇവിടെ പൂളക്കേക്കൊക്കെ വെന്ത് ലെവലായിട്ടുണ്ട്. എന്നാൽ ഞാൻ പൂളക്കേക്കല്ല ഇറച്ചി എല്ലും ഇറച്ചിയും കൂടിയത് വെന്ത് ലെവലായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൂളക്കേങ്ങ് കൊട്ടി കൊടുക്കുകയാണ്. പൂളക്കേങ്ങ് കൊട്ടി എപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്താ പരിപാടിയൊക്കെ പൂളക്കേങ്ങും ഇറച്ചിയും പൂളക്കേങ്ങും എല്ലും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പൂളക്കേങ്ങും ഇറച്ചി എല്ലൊക്കെ കൂട്ടിയിട്ട് വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോഴേക്കും ഇഷ്ടമാണ്. പിന്നെ പൂളക്കേങ്ങ് വേറെ നമുക്ക് വെക്കാം. പൂളക്കേങ്ങ് വേറെ വെച്ചിട്ട് അതിൽ കൂടെ ഇറച്ചി കൊട്ടിയിട്ട് അങ്ങനെ മിക്സ് ആക്കാം. അങ്ങനെ അതിന് വെക്കാം. എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ്. മക്കൾക്കൊക്കെ കൂട്ടുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ വെച്ച് നോക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഈ പൂളക്കേങ്ങിൻ്റെ ഈ ഒരു മിക്സിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. പൂളക്കേങ്ങും ഇതൊക്കെ പറഞ്ഞ് ഇറച്ചിയൊക്കെ മേലേക്ക് വന്നതിന് ശേഷം നമ്മൾ അത് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. പൂളക്കേങ്ങ് വെന്തിട്ടില്ല. ഇതാ ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പൂളക്കേങ്ങ് വെന്തിട്ടുണ്ട് ഗൈസ്. നല്ല ഉടഞ്ഞ് വരുന്ന പൂളക്കേങ്ങ് അതാണൊക്കെ നല്ല ഇതിലൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ആ എല്ലും ഇറച്ചിയും ആ പൂളയിലൊക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. കണ്ടോ, നല്ല വെന്ത് ഉടഞ്ഞ് വരകണ പൂളക്കേങ്ങാണ്. നമ്മളതിലേക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ച് കൊടുക്കും. നല്ല ടേസ്റ്റിൻ്റെ മണമൊക്കെ അങ്ങനെ വന്ന് നല്ല ടേസ്റ്റുള്ള അതേപോലെ ഒന്ന് വെച്ച് നോക്കി മക്കളെ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ്. ഗൈസ്, ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കതാ ഉള്ളി ഒന്ന് കാഞ്ഞ് വരട്ടെ. ഉള്ളി കൊടുക്കാൻ പോവുകയാണ്. നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ പൂളൊക്കെ എനിക്ക് ഉള്ളിയിട്ട് തൂമിച്ചിട്ട് പാരാൻ പോവുകയാണ്. നല്ലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാം നല്ല ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് പാർന്നിക്കണത്. നല്ല ടേസ്റ്റിലുള്ള വരട്ടെ. നമ്മളതിലേക്ക് ഉള്ളി വന്ന് മൂട്ടിൻ്റെ ശേഷം നമ്മളതിലേക്ക് പാർന്ന് കൊടുക്കും. പൂളക്കേങ്ങ് കൊട്ടി പിടിച്ചിട്ടാണ് നല്ല മൂത്ത് വന്നതിന് ശേഷം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മണമൊക്കെ അങ്ങനെ സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടും വേണം. നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കരിവേപ്പില ഒരു 2 ലേശം കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഉള്ളി എടുക്കുമ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മതി, ഇത്രയേ ഉള്ളൂ. നമ്മളെ ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ പാർന്ന് കൊടുക്കുകയാണ്. പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ജോയിൻ്റാക്കി കൊടുക്കുകയാണ്. നല്ല മണമുണ്ട്. നമുക്ക് വേറെയും വെക്കട്ടില്ലേ, പക്ഷെ ഇപ്പം ഞാൻ ഇതിൽ കൂടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉടഞ്ഞ് ഇങ്ങനെ വരകി അതിൻ്റെ ഒരു മണവും ചൂരും നല്ലൊരു രസമുള്ള മണമാണ് വരുന്നത്. അപ്പോൾ ഗൈസ് ഓക്കെ ഗൈസ്,
പൂളക്കേങ്ങും എല്ലും ഇറച്ചിയും കൂടി കൂടിയിട്ട് വെച്ചതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കട്ടൻ ചായ എപ്പോഴും ഞങ്ങളിവിടെ പാൽച്ചായ ഉണ്ടാക്കല്, പക്ഷേ ഇതിലേക്ക് കട്ടൻ ചായ ടേസ്റ്റ് കൂടുതൽ. ഞാനത് കഴിക്കാൻ പോകുന്നത് 4 മണിക്കലത്തെ സ്പെഷ്യലാണ്. ഇതാണ് 4 മണിക്ക് കട്ടൻ ചായയും ഇതൊന്നും രസം. അതുപോലെ അങ്ങനെ രസമുള്ള കോമ്പിനേഷനാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇന്നത് കഴിക്കാനായിട്ട് നല്ലൊരു രസമുള്ളൊരു സാധനമാണ്. പൂളക്കേങ്ങും നല്ല വന്ന പൂളക്കേങ്ങാണ്. നല്ല വന്ന പൂളക്കേങ്ങും ഇത് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. ഈ കട്ടൻ ചായയും നല്ല ആവി പറക്കണ കട്ടൻ ചായയാണ്. അതിലേക്ക് നല്ല ടേസ്റ്റാണ് ഈ പൂളക്കേങ്ങ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായങ്ങൾ പറയൂ. ശരി, ഓക്കെ.